മക്കൾ മൊബൈലിൻ്റെ അഡിക്റ്റായ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്തു വേണം, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. വളരെ സന്തോഷത്തോടെ മൊബൈൽ വാങ്ങിവെച്ച് അവരെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പണി കൊടുത്ത് അങ്ങനെ വളരെ സാവകാശത്തിൽ സ്നേഹം കൊടുത്തുകൊണ്ടാണ് അവരതിൽ നിന്ന് പിന്മാറ്റേണ്ടത്. അല്ലാതെ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു കുട്ടി പിന്മാറൂല. ഞാൻ പറഞ്ഞു വരുന്നത് സൗമ്യമായ ഉപദേശം അത് മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. അതേസമയം സൗമ്യത, ശാന്തശീലനാവുക എന്നത് തൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ അണു വിട്ടുകൊടുക്കാൻ മഹാനവറുകൾ തയ്യാറായിരുന്നില്ല. ആ വിഷയത്തിൽ ധീരമായ നിലപാട് കാത്തു സൂക്ഷിച്ചവരായിരുന്നു മഹാനവറുകൾ. ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. 89 എറണാകുളം ചരിത്രപ്രസിദ്ധമായ ആ സമ്മേളനത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളായിരുന്നു. ആ സമ്മേളനത്തിൽ നടത്തിയ ഒരു സ്വാഗത പ്രഭാഷണമുണ്ട്, അത് നെറ്റിലുണ്ടാവും, അതൊന്നെല്ലാവരും കേൾക്കണം. മഹാനവറുകളുടെ പ്രവർത്തനത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ കണിശത, ആദർശബോധം മഹാനവറുകളുടെ പ്രസംഗത്തിൽ തെളിഞ്ഞ് നമുക്ക് കേൾക്കാൻ കഴിയും. 1989 ജനുവരി 19, 20, 21, 22 ഈ തീയതികളിൽ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവരുടെ നഗറിൽ, നാമധേയത്തിലുള്ള നഗറിലാണ് അന്ന് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട TSK തങ്ങളെയാണ് അന്ന് ഏൽപ്പിക്കുന്നത്. അന്ന് പറഞ്ഞ ധീരമായൊരു വാചകമുണ്ട്. ചെയർമാനായി മഹാനവറുകൾ ആ ചുമതല ഏറ്റെടുത്ത ശേഷം മഹാനകൾ പറഞ്ഞൊരു വാക്കുണ്ട്: സുന്നത്ത് ജമാഅത്തിൻ്റെ അന്തസ്സും അഭിമാനവും നിലനിർത്തുന്നതിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങിയവർക്ക് എതിർപ്പോ എങ്കിൽ ആ എതിർപ്പ് എനിക്ക് വലിയ ഹരമാണ്. മഹാനകൾ പറയാൻ, അങ്ങനെ ഒരു എതിർപ്പോ കല്ലേറോ കൂക്കുവിളിയോ എന്ത് ഏറാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തകൻ എന്ന നിലക്ക് അത് എനിക്ക് ഹരമാണ്. ഭയപ്പെടുത്തിയും വില കുറച്ചു കാണിച്ചും എന്നെ പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് തെറ്റുപറ്റിയത്. സത്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം, അത് വിജയിക്കുമെന്നതിൽ സംശയമില്ല. അതാണ് ചരിത്രം എന്ന് മഹാനവറുകൾ ധീരമായി പറഞ്ഞൊരു വാക്ക് ഇന്ന് നമുക്കത് പുലർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് പുലർന്നു. നിങ്ങൾ നോക്ക്, അന്ന് നേതൃത്വം നൽകിയ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് ഇപ്പോഴും എന്തിനു വേണ്ടിയാണോ 1924 രൂപീകരിച്ച് 26 രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് അതിൻ്റെ 100ാം വാർഷികത്തിനടുത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട TSK തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം.